ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഗ്രീനോട്ട. അപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് കോട്ടയം ജില്ല. നമ്മളിന്ന് ആൾ കേരള യാത്രയിലെ 9ാമത്തെ ദിവസമാണ് ഇന്നിവിടെ കടന്നു പോണത്. അപ്പോൾ നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് ഏകദേശം ഒരു ഉച്ചയ്ക്ക് ശേഷമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പുറപ്പെട്ടത്. ഇവിടെ കൊല്ലത്തെത്തിയപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം ടൈമായിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ സമയത്തെ കാഴ്ചയാണ് നമ്മൾ കൊല്ലത്ത് കാണിക്കുന്നത്. പിന്നെ കൊല്ലത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കൊല്ലത്തിൻ്റെ മുൻകാലങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരാണ് കൊയിലോൺ. അത് പിന്നീട് പരിണാമം സംഭവിച്ചാണ് കൊല്ലം എന്നായത്. അഷ്ടമുടിക്കായലിൻ്റെയും കല്ലട നദിയുടെയും തീരത്താണ് കൊല്ലം നഗരം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ 4ാമത്തെ വലിയ നഗരമാണ് കൊല്ലം. കശുവണ്ടി സംസ്കരണത്തിനും കയർ നിർമ്മാണത്തിനും പേര് കേട്ടതാണ് കൊല്ലം ജില്ല. ഇത് കേരളത്തിലെ കായലുകളിലേക്കുള്ള തെക്കൻ കവാടമാണ്. കൂടാതെ ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമാണ് കൊല്ലം. ഇന്ത്യയിലെ തുടർച്ചയായ ജനവാസ കേന്ദ്രങ്ങളുടെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള നഗരങ്ങളിൽ ഒന്നാണ് കൊല്ലം. വർഷം 1099 രാമവർമ്മ കുലശേഖരൻ എന്ന് പറയപ്പെടുന്ന ആളാണ് കൊല്ലം ജില്ല രൂപീകരിച്ചിട്ടുള്ളത്. 16ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ കാലം മുതൽ കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തിൻ്റെ കേന്ദ്രമായിരുന്നു കൊല്ലം. ജില്ലയിൽ പ്രവർത്തിക്കുന്ന 100 കണക്കിന് കശുവണ്ടി ഫാക്ടറികളുള്ള കൊല്ലം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്കരിച്ച കശുവണ്ടി കയറ്റുമതിക്കാരായി ഇപ്പോഴും തുടരുന്നു. കൊല്ലത്തെ 2 മത്സ്യബന്ധന തുറമുഖങ്ങളാണ് നീണ്ടകരയും തങ്കശ്ശേരിയും. കൊല്ലത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ നിങ്ങൾ കണ്ടോളൂ. ഇത് കൊല്ലം ജില്ലയിലെ കടൽ തീരത്തിനോടടുത്തുള്ള ഒരു പാർക്കാണ്, ഒരു ചിൽഡ്രൻസ് പാർക്കാണ്. മഹാത്മാഗാന്ധി പാർക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്, NG പാർക്ക്. അപ്പോൾ ഇത് നമ്മൾ ചെന്ന സമയത്ത് ക്ലോസ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഇവിടെ എൻട്രൻസ് ഫീ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ എൻട്രി ചെയ്യാൻ പറ്റിയില്ല. പിന്നെ സമയത്ത് ക്ലോസ്ഡ് ആയ കാരണമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പുറത്തുനിന്നുള്ളൊരു വ്യൂ എടുത്തതാണ്.
പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊന്ന് പറഞ്ഞു കൊടുത്താ. അത് ഞാൻ പറഞ്ഞുതരാം, ഞാൻ തന്നെ പറഞ്ഞുതരാം ഗൈസ്. അപ്പോൾ എഴുതി കൊള്ളിട്ടാ. 1 അഷ്ടമുടി ലേക്ക്, 2 കൊല്ലം ബീച്ച്, 3 തങ്കശ്ശേരി ലൈറ്റ് ഹൗസ്, 4 തിരുമുള്ളവാരം ബീച്ച്. അത് എനിക്ക് പെട്ടെന്നാണ്ട് വായിക്കാൻ കിട്ടിയില്ല, അതുകൊണ്ടാണ്. പിന്നെ പറവൂർ ലേക്ക്, പിന്നെ കനോ റൈഡ്, തങ്കശ്ശേരി ബീച്ച് ഒരു പ്രാവശ്യം പറഞ്ഞു തോന്നുന്നു, അത് വട്ടിക്കാളി, അഡ്വഞ്ചർ പാർക്ക് കൊല്ലം, പിന്നെ ബോട്ടിങ്ങും. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് കൊല്ലത്തുള്ളത്. അത് നല്ലൊരു മുന്നേറ്റമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ കൊല്ലം ജില്ലയിൽ തിരുവനന്തപുരം പോകുന്ന വഴിയിൽ കുറച്ചാണ് സഞ്ചരിച്ചാൽ ചടയമംഗലം എത്തുമ്പോൾ ജഡായുപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ജഡായു എർത്ത് സെൻറ്റർ. ഇത് 64 ഏക്കറാണ് ഇതിൻ്റെ ആകെ വിസ്തീർണം വരുന്നത്. ഇവിടെയുള്ള രാമായണത്തിലെ ജഡായുവിൻ്റെ പ്രതിമ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി പ്രതിമയാണ്. ജഡായു രാവണയുദ്ധം ജഡായുപ്പാറയിൽ വെച്ചാണ് നടന്നതെന്നാണ് വിശ്വാസം. വെട്ടേറ്റ് വീണ ജഡായുവിനെ ഓർമ്മപ്പെടുത്തും വിധമാണ് ശില്പം നിർമ്മിച്ചിട്ടുള്ളത്. 200 അടി നീളവും 150 അടി വീതിയും 75 അടി ഉയരവും ഉണ്ട് ഈ ഒരു പക്ഷി ശില്പത്തിന്. ചടയമംഗലം ടൗണിൽ കൂടെ പോകുമ്പോൾ തന്നെ ഈ ഒരു പ്രതിമ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ എന്തായാലും കൊല്ലം ജില്ലയുടെ വിശേഷങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് ലൈക്കും കമൻറ്റും ഒക്കെ വളരെ കുറവാണ്. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് ശ്രമിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം ലൈക്കും കമൻറ്റും കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നവരൊക്കെ ഒന്ന് പരമാവധി ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.